ജാസ്മിന്റെ വാപ്പയും ഉമ്മയും വന്ന വഴിക്ക് അകത്തേക്ക് കയറി അധിക സമയം പോലും ഇരുന്നില്ല. അതിനു മുൻപ് തന്നെ അവിടെ ഗബ്രിയുടെ മാല അഴിച്ചു വാങ്ങി. അതിനു മുൻപ് തന്നെ അവർ സമ്മാനമായിട്ടൊരു മാല കൊണ്ടുവന്നിരുന്നു. അത് മകളുടെ കഴുത്തിലിട്ട് കൊടുത്തിരുന്നു. ഇനി അവസാനം വരെ ഇവിടെ നിന്ന് വരുന്നത് വരെ ഈ ഒരു മാല മതി കഴുത്തിലെന്നാണ് വാപ്പ പറഞ്ഞത്. അതിനുശേഷം അവിടെ ഗബ്രിയുടെ മാല മോളെ ഊരി തായോ എന്ന് പറയുമ്പോൾ അവിടെ ജാസ്മിൻ കരയുന്നുണ്ട്. ആ കുഴപ്പമില്ല, ഈ മാല ഇനി വേണ്ട എൻ്റെ മോൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉപ്പ തന്നെയാണ് കഴുത്തിൽ നിന്ന് ആ മാല ഊരിയെടുത്തത്. അതിനുശേഷം എൻ്റെ മകൾക്ക് ഇവിടെ വേണ്ടാത്തതൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എടുക്കാം, വാ റൂമിൽ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുന്നു. ചെന്ന വഴിക്ക് അവിടെ പറയുന്നുണ്ട് മോൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും പറയാനായിട്ട് ഇതേ വാപ്പിയുണ്ട്, ഉമ്മയുണ്ട്, അവിടെ അനിയനുണ്ട്, പൊന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉള്ളപ്പോൾ മോൾ എന്തിനാണ് വേറെ ആരുടെ അടുത്തെങ്കിലും പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ ആ ഫോട്ടോ എടുക്കായിരുന്നു, ഗബ്രിയുടെ ഫോട്ടോ. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അത് എടുക്കല്ലേ, എനിക്കിവിടെ ആകെ ഉണ്ടായിരുന്ന കൂട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് അവിടെ ജാസ്മിൻ. പിന്നീട് ഉമ്മ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് മോൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും മോള് ആ ഫോട്ടോ എടുത്ത് അമ്മയുടെ അടുത്ത് പറഞ്ഞോളൂ. അമ്മയില്ലേ മോൾക്ക് ഇവിടെ കിടന്ന് അടുത്ത് കിടക്കുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ മതി, ഉമ്മ അടുത്ത് കിടക്കുന്നുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഉമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ കേൾക്കും. ഉമ്മ 24 മണിക്കൂർ ഇത് കണ്ടുകൊണ്ടിരിക്കല്ലേ, ഉമ്മയ്ക്ക് അറിയാം മോൾ. അപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കും ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഇവിടെ ഞാൻ ഒറ്റപ്പെട്ട സമയത്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന കൂട്ടാണ്, എനിക്ക് ആകെ ആദ്യത്തെ 1-2 ആഴ്ച ഞാനിവിടെ വന്നിട്ട് അതിന് ശേഷം ഞാനിവിടെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടത് അമ്മ കണ്ടതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ജാസ്മിൻ. ഒക്കെ ശരിയാണ്, പക്ഷെ ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ, ഇവിടുന്ന് പുറത്തു പോയ ആളുടെ എന്തിനാണ് നിനക്ക് എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അത് ചോദിക്കാനുള്ള റീസൺ നിങ്ങൾ വാപ്പയും ഉമ്മയൊക്കെ പുറത്തല്ലേ എന്നൊരു ചോദ്യം അവിടെ ജാസ്മിൻ ചോദിച്ചു ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ ഉമ്മ പറഞ്ഞു ഇപ്പം എല്ലാവരും പുറത്തല്ലേ, പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വ്യക്തിയുടെ ഫോട്ടോ എന്നാണ് ഉമ്മ അവിടെ ചോദിച്ചത്. ആ ഫോട്ടോ എന്നിട്ട് വാപ്പ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഉമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇതൊക്കെ എടുക്കുന്നത് എന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു കുഴപ്പമില്ല, അവർ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും പലരും പലതും പ്രതീക്ഷിച്ചിട്ടുണ്ട്, അതുപോലെ ഒന്നും ചെയ്തില്ലല്ലോ. ഉമ്മയും ഉപ്പയും മോളുടെ കൂടെ എല്ലാ കാലത്തും കൂടിയുണ്ടാവും, ഒരു പ്രശ്നമില്ല, എന്തൊക്കെ വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഉമ്മയും ഉപ്പയും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ എടുത്തുകൊണ്ട് ഓൾറെഡി ഉപ്പ പോയി. ഉമ്മ നന്നായിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് അവിടെ ജാസ്മിനെ.